ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ യുവർ കവിയൻകൾ. അപ്പോൾ കഴിഞ്ഞ വ്ലോഗ് നമ്മൾ അവസാനിപ്പിച്ചത് റിയാദിൽ നിന്ന് അബഹയിലോട്ടുള്ള യാത്ര തുടങ്ങിയിടത്തായിരുന്നു. അപ്പോൾ പൊടിക്കാറ്റ് സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നല്ലോ അല്ലേ. ഇനി അങ്ങോട്ടും ഇത് തന്നെയാണ് അവസ്ഥ. ഏതാണ്ട് എത്രയോ കിലോമീറ്റർ കണക്കിന്, മൊത്തത്തിൽ 1000 കിലോമീറ്റർ ഉണ്ട് റിയാദിൽ നിന്ന് അബഹയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാം ഫുള്ള് പൊടിക്കാറ്റും മരുഭൂമിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് എല്ലാം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഇപ്പോൾ കാണിക്കാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ വ്യൂവേഴ്സിൽ 82% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നത്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ലല്ലോ. കൂടെ ബെല്ലൈക്കനും കൂടി ഒന്ന് ഞെക്കി പൊട്ടിച്ചേരെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ കാണാം. നമ്മുടെ ഈ യാത്രയിൽ റൂമിലെത്തുന്നവരെയുള്ള വിശേഷങ്ങളാണ്. അങ്ങനെ അവസാനം എന്താ പച്ചപ്പും ഹരിതാപയൊക്കെ കണ്ടു തുടങ്ങി. റിയാദ് പോലെയല്ല അബഹ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഏതാണ്ട് ഏകദേശം സെയിം ക്ലൈമറ്റൊക്കെയാണ്. കാരണം ചൂടും തണുപ്പും ഒക്കെ മിക്സായിട്ട് വരിക. ഉച്ചവരെ മഴ, അത് കഴിഞ്ഞിട്ട് ഉച്ചവരെ വെയിൽ, അത് കഴിഞ്ഞിട്ട് മഴ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പോകുന്ന വഴി നിറയെ ഈന്തപ്പഴവും ഈന്തപ്പനകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈത്തപ്പഴത്തിൻ്റെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുമല്ലോ, അപ്പോൾ പറിച്ചിട്ട് വരാൻ പറഞ്ഞു. ഫ്രഷ് ആണെങ്കിൽ നല്ല പൊടി ഉണ്ടാവും. അങ്ങനെ പറിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോഴേക്കും അപ്പനും മോളും കൂടി ഇറങ്ങിപ്പോയി ഈത്തപ്പഴം എല്ലാം പറിച്ചു. എന്താണ് ഇവിടെ ഒരുവിധമുള്ള എല്ലാവരും പറിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളവർക്കൊന്നും ഇത് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കേസാണ്. അധികം ആരും അങ്ങനെ കഴിക്കുന്ന സംഭവമല്ല. നമ്മുടെ നാട്ടിലുള്ളവർക്കാണ് ഇത് കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പം അല്ലെങ്കിൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണയില്ലെന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ആർക്കും ഇഷ്ടമല്ല. അപ്പം ഒരെണ്ണത്തിൽ നിന്ന് പറിച്ചിട്ട് പോരാഞ്ഞിട്ട് അടുത്തേലും പോയി പറിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയില്ല. അടി കിട്ടണമെങ്കിൽ അവർ ഷെയർ ചെയ്തെങ്കിൽ എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ എന്തായാലും കാറിൽ വെയിറ്റ് ചെയ്തിരുന്നതേ ഉള്ളൂ. അങ്ങനെ രണ്ടുപേരും കൂടി പോയി ആവശ്യത്തിൽ കൂടുതൽ ഈത്തപ്പഴമൊക്കെ പറിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോളെ കൊണ്ട് പറ്റാഞ്ഞിട്ട് അവസാനം മോളെ മാറ്റി നിർത്തിയിട്ട് 2 ഈത്തപ്പഴം പറിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കൊലയിലെ എല്ലാ ഈത്തപ്പഴവും തല്ലി താഴെയിട്ട് എൻ്റെ ഭർത്താവ് മാതൃകയായി. അങ്ങനെ 2 പേര് ഈത്തപ്പഴവും കൊണ്ട് എനിക്ക് തന്നു. പറിച്ചാ എവിടെ എവിടെ നോക്കട്ടെ. ഫ്രഷ് ഈത്തപ്പഴം. കുറച്ചുകൂടെ കിട്ടുമോ? കുറച്ചുകൂടെ കിട്ടുമോ? കൊള്ളാല്ലേ. നാട്ടുകാരെ ഓടി വരണേ, ഈത്തപ്പഴം പറിച്ചേ. നാട്ടുകാരെ ഓടി വരണേ, ഈത്തപ്പഴം പറിച്ചേ. അവിടെ നിന്ന് കുറച്ച് മാത്രമേ പറിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇനി കുറച്ച് ദൂരം ഉണ്ടല്ലോ, അപ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിരിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ച് അപ്പുറത്ത് പോയി വീണ്ടും അടുത്തൊരു സ്ഥലത്ത് നിർത്തിയിട്ട്, വണ്ടി ഒതുക്കുക സ്ഥലത്ത് നിർത്തി കുറച്ചധികം പറിച്ചിട്ട് വന്നു. അപ്പോൾ കുലുക്കി താഴെ ഇട്ടതും കൂടെയൊക്കെ പറക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നേരത്തെ പോലെയല്ല. അങ്ങനെ അതെല്ലാം പറക്കിക്കൊണ്ട് തന്നു. പിന്നെ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് മടുക്കും വരെ തിന്നാണ് വന്നത്. പോരാതെ കിട്ടിയ അവസരമല്ല ജാട കാണിക്കാൻ വേണ്ടി ഈ സമയത്ത് നാട്ടിലെല്ലാവരെയും വിളിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. അത് ഫ്രഷ് ആയിട്ട് നമ്മൾ ഈത്തപ്പഴം പറിക്കുന്നു, മാവിന്ന് മാങ്ങ പറിക്കണ പോലെ കൂളായിട്ട് പറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മേ മേടിച്ചു ചേച്ചി കുപ്പി മേടിച്ചോ. ഇതാണ് ഈത്തപ്പഴം എന്ന് ഞാൻ പറയണ്ടല്ലോ. അയ്യോ, ഫ്രഷ് ഈത്തപ്പഴം. ഇതാണ് പച്ച ഈത്തപ്പഴം. കൂടുതൽ പേര് ഇതല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് കണ്ടവര് കുറവല്ലേ. അപ്പൊ കണ്ടോ, ഇതാണ് പച്ച ഈത്തപ്പഴം കേട്ടോ.
സംഭവം ചെറിയൊരു കറയുണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾ അബഹയ്ക്ക് അടുത്ത് എത്തിയിട്ടുണ്ട്. അബഹയല്ല, ഞങ്ങൾ കമീസ് മുഷീദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്, അബഹയിൽ. അപ്പോൾ ഞങ്ങൾ ഫൈനലി അങ്ങോട്ട് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ സമയം രാവിലെ 9 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് റിയാദിൽ നിന്ന്. ഇവിടെ എത്തുമ്പോൾ ഏകദേശം 6:30 മണിയോ 7 മണിയോ മറ്റോ ആയിട്ടുണ്ടായിരുന്നു. അത്രയും ടൈം എടുത്തു. അപ്പോൾ സൺസെറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ഇനി ഓരോ സൈൻ ബോർഡിലും കമീസ് മുഷീദ് ഇത്ര കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഇന്ന റൂട്ട് എന്നൊക്കെ കാണുമ്പോൾ ഒരു ആശ്വാസമായിരുന്നു. കാരണം ട്രാവൽ ചെയ്ത് മടുത്ത് പണ്ടാരടങ്ങി. അപ്പോൾ അതേ ഞങ്ങൾ ഏകദേശം അങ്ങോട്ടുള്ള വഴിയിലോട്ട് കയറിയിട്ടുണ്ട്. ആ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ഈ പാറയും സൺസെറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് ക്രേസുള്ള പരിപാടി ആയതുകൊണ്ട് പിന്നെ എനിക്ക് ബോറടിച്ചിട്ടുണ്ട്. അതുപോലെ എത്താറായപ്പോൾ പിന്നെ നമുക്ക് ആവേശം കൂടുമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ വ്യൂ എല്ലാം കണ്ടിരുന്നു. ഈ പോകുന്ന വഴിയിൽ ഞാനൊരു പാറ കണ്ടു കേട്ടോ. അത് ഞാൻ ഇനി ഈ വീഡിയോയിൽ തന്നെ വരുന്നുണ്ട്. ആ പാറ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരാൾ അവിടെ ഇരിക്കണ പോലെ തോന്നും. പക്ഷേ എങ്ങാനും ആ പാറയെന്ന് വീണ് കഴിഞ്ഞാൽ കറക്റ്റ് റോഡിൽ കൂടെ പോകുന്ന വണ്ടിയുടെ മേലെ കൂടെ ആയിരിക്കും വീഴണേ. ഇതെന്ത് വിശ്വാസത്തിലാണ് ആ പാറ അത് അങ്ങനെ തന്നെ അവരോട് മെയിൻറ്റെയിൻ ചെയ്തേക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇപ്പം പിന്നെ നാട്ടിൽ ഓരോ പ്രശ്നങ്ങളും കൂടെയൊക്കെ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പാറയൊക്കെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് പേടിയാണ്. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് ഫൈനലി എന്ത് ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ എവിടെ നിർത്തി ഫുഡ് കഴിക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമൊക്കെ തീരുമാനം എടുത്തുകൊണ്ട് ഞങ്ങളിങ്ങനെ എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള വിശേഷങ്ങളായിരിക്കും കണ്ടിന്യൂസ്ലി ഉണ്ടാവുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നാട്ടിലുള്ള കുറച്ച് വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെൻഡിങ് ആണ്. അപ്പോൾ അതും കൂടി ഇടയ്ക്ക് ഉണ്ടാവും. അതല്ലാതെ ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ റെഗുലറി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. കുറച്ച് തിരക്കിലാണ്. വന്ന സമയത്ത് റൂമെല്ലാം സെറ്റാക്കുന്ന തിരക്ക്, ഇപ്പോൾ പിന്നെ ജോലിക്ക് കയറി അതിൻ്റെ തിരക്ക്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ പാറ. ഇത് കണ്ടോ, ഇത് എന്ത് ബലത്തിലാണ് അത് അവിടെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ റൂമിൽ ചെല്ലുന്നതോടുകൂടി ഈ വ്ലോഗ് അവസാനിക്കും. പറഞ്ഞത് മറക്കണ്ട. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് അതിൻ്റെ വിൻഡോ വഴി നോക്കുമ്പോൾ ഒരു വ്യൂ ആണിത്. തൊട്ടടുത്ത് നിൽക്കുന്നത് ഈത്തപ്പഴം, അതിന് നിറച്ച് ഈത്തപ്പഴമാണ് അത്രേ. അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ വരുമ്പോൾ അതിനകത്ത് ഈത്തപ്പഴം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സി യു, താങ്ക് യു ഫോർ വാച്ചിങ്.